ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു CC സൈബർ ക്യാമ്പസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇമെയിൽ ക്യാമ്പയിനാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സ്ട്രാറ്റജിയാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഒരു ബിഗിനർക്ക് അല്ലെങ്കിൽ ഒരു സ്മോൾ ബിസിനസ് ഓണർക്ക് എങ്ങനെ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാം, സിമ്പിൾ ആയിട്ടുള്ള ടൂൾസ് വഴി എങ്ങനെ ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ സെറ്റ് ചെയ്യാം എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് Pigeon മെയിൽ മെർജും യെറ്റ് അനദർ മെയിൽ മെർജുമാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിലൂടെ എങ്ങനെ ഇമെയിൽസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാം എന്നൊക്കെ നമ്മളിന്ന് പഠിക്കും. പക്ഷേ ഇത് നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന മെയിൽചിമ്പും അല്ലെങ്കിൽ ഹബ്സ്പോട്ട് പോലെയുള്ള ടൂൾസിന് ഈക്വൽ അല്ല. പക്ഷെ ഒരു ബിഗിനർക്ക് അവരുടെ എല്ലാ ക്ലയൻസിനും ഒരുവിധം പേഴ്സണലൈസ്ഡ് ആയിട്ട് ബൾക്കായിട്ട് മെയിൽ അയക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ രണ്ട് ടൂൾസ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണാം. നമുക്ക് ഈ ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ചെയ്യാൻ ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഒരു ഗൂഗിൾ ഷീറ്റാണ്. ഗൂഗിൾ ഷീറ്റിൽ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ മൊത്തം എൻ്റർ ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഞാൻ 4 കോളംസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇമെയിൽ, ഫസ്റ്റ് നെയിം, സ്പെസിഫിക് ഡീറ്റെയിൽ, CTA ലിങ്ക്. ഇതിൽ ആദ്യത്തെ കോളത്തിൽ ഇമെയിലിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ ക്ലയൻസ് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ആർക്കാണ് നമ്മൾ മെയിൽ അയക്കുന്നത് അവരുടെ മെയിൽ അഡ്രസ്സാണ് നമ്മൾ ഫസ്റ്റ് കോളത്തിൽ കൊടുത്തേക്കുന്നത്. സെക്കൻഡ് കോളത്തിൽ നമ്മൾ അവരെ അഡ്രസ്സ് ചെയ്യുന്ന ഫസ്റ്റ് നെയിം. ഞാനിപ്പോൾ ഇവിടെ സൈബർ ക്യാമ്പസിൻ്റെ 2 മെയിൽ എടുത്തിട്ടുണ്ട്. CC തന്നെയാണ് ഫസ്റ്റ് നെയിം കൊടുത്തേക്കുന്നത്. പിന്നെ സ്പെസിഫിക് ആയിട്ട് ആ ഒരു പേഴ്സണ് മാത്രം നമ്മൾ സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന ഡീറ്റെയിൽ ആണ് തേർഡ് കോളത്തിൽ കൊടുത്തേക്കുന്നത്. അതായത് രണ്ടാമത്തെ ഇമെയിലിൽ യുവർ വെബിനാർ പാർട്ടിസിപ്പേഷനും ആദ്യത്തെ മെയിലിൽ യുവർ റീസെൻറ്റ് ഇൻട്രസ്റ്റ് ഇൻ SEO ആണ്. അതായത് ആദ്യത്തെ ക്ലയൻറ്റ് ഒരു SEO റിലേറ്റഡ് ക്ലയൻ്റ് ആണ്, അതുമായിട്ടുള്ള ഇൻഫർമേഷനാണ് നമുക്ക് പാസ് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ ക്ലയൻറ്റിൽ നമുക്കൊരു വെബിനാർ പാർട്ടിസിപ്പേഷനെ കുറിച്ചാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഡിഫറെൻറ്റ് പേഴ്സൺസിന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്ത് അവർക്കുള്ള ഡിഫറെൻറ്റ് ഡേറ്റ നമ്മൾ ഈ മെയിലിലൂടെ കൺവേ ചെയ്യും. പിന്നെ ഈ CTA ലിങ്ക് എന്നുള്ള കോളം ഇത് കോമൺ ആണ്, സൈബർ ക്യാമ്പസിൻ്റെ ലിങ്കാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കോളം മാത്രം നമുക്ക് പോരാ, നമുക്കൊരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് വെക്കണം. സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അൺലോക്ക് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ട് സബ്ജക്റ്റ് കൊടുത്തിട്ട് ഒരു മെയിൽ ഇവിടെ ജസ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഹായ് ഫസ്റ്റ് നെയിം എന്നാണ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് നെയിം ശ്രദ്ധിക്കണം, കേളി ബ്രാക്കറ്റിൻ്റെ അകത്താണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ കോളത്തിനകത്തുള്ള ഫസ്റ്റ് നെയിം ഇവിടെ ഫെച്ചായി വരത്തുള്ളൂ. അടുത്തത് സ്പെസിഫിക് ഡീറ്റെയിൽ. അപ്പോൾ ഈ ഡ്രാഫ്റ്റ് ചെയ്ത മെയിലിൻ്റെ അകത്ത് ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് ഡീറ്റെയിൽ നമുക്ക് ആദ്യത്തെ മെയിൽ അഡ്രസ്സിന് പോകണം. രണ്ടാമത്തെ മെയിൽ അഡ്രസ്സിന് അത് ഡിഫറെൻറ്റ് ഡേറ്റയാണ്, അതുകൊണ്ടാണ് നമ്മളത് കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. അടുത്തത് പിന്നെ CTA ലിങ്കാണ് ലാസ്റ്റ് കൊടുത്തേക്കുന്നത്, അത് കോമൺ ആണ്. ബാക്കി നമ്മുടെ ഡേറ്റ എല്ലാം ഓൾമോസ്റ്റ് രണ്ടുപേർക്കും സെയിം ആണ്, അതുകൊണ്ടാണ് നമ്മളൊരു കോമൺ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് സബ്ജക്റ്റായിട്ട് വരുന്നത്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പേഴ്സണലൈസ്ഡ് ആയിട്ടായിരിക്കും ഈ മെയിലിൽ നിന്ന് പോകുന്നത്. നമുക്കപ്പോൾ ഈ ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ, ഫസ്റ്റ് എക്സ്റ്റൻഷൻ Pigeon മെയിൽ മെർജ് ആണ്. അത് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യുന്നത് നോക്കാം. എക്സ്റ്റൻഷൻസിൽ പോവും, ആഡ് ഓൺസിൽ ഗെറ്റ് ആഡ് ഓൺസ്. നമുക്ക് ഈ ഗൂഗിൾ ഷീറ്റിൽ നിന്ന് തന്നെ നമ്മുടെ ആവശ്യമുള്ള ടൂളുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. Pigeon മെയിൽ മെർജ് എന്നാണ് നമ്മുടെ ടൂളിൻ്റെ പേര്. നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. അലോ കൊടുത്തിട്ടുണ്ട്. മെയിൽ മെർജ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഷീറ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യണം. ഈ എക്സ്റ്റൻഷൻ ഡിസ്പ്ലേ ആവുന്നത് ഈ സൈഡ് പാനലാണ്. അപ്പോൾ നമുക്ക് സൈഡ് പാനൽ ഡിസേബിൾ ആയി കിടക്കുകയാണെങ്കിൽ അത് ഓൺ ചെയ്യാം. അപ്പോൾ ഇവിടെ സൈഡ് പാനൽ ഓൺ ആണ്. വേണമെങ്കിൽ ഹൈഡായി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഷോ സൈഡ് പാനൽ കൊടുത്താൽ മതി. അപ്പോൾ സൈഡ് പാനൽ നമ്മുടെ Pigeon മെയിൽ മെർജ് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇനി സിമ്പിളാണ്, നമുക്ക് ജസ്റ്റ് ആവശ്യമുള്ള മെയിൽ ഇന്ന് സെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി. സെൻഡ് യുവർ ഇമെയിൽ ക്യാമ്പയിൻ.
അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെൻഡർ നെയിം പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ഡ്രാഫ്റ്റുകളെല്ലാം ഇവിടെ കിടക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഡ്രാഫ്റ്റ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ അൺലോക്ക് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള ഡ്രാഫ്റ്റാണ് സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഒരു മെയിൽ കഴിഞ്ഞ് അടുത്ത മെയിൽ സെൻഡ് ആവാനുള്ള ടൈമെല്ലാം നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ 2 ഇമെയിലാണ് ഇപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സെൻഡ് ചെയ്യാം. സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പുതിയൊരു കോൾ ആഡ് ആവും, മെർജ് സ്റ്റാറ്റസ്. പിന്നെ നമുക്ക് പ്രിവ്യൂ കാണാം. ഇപ്പോൾ കണ്ടോ, ആ നെയിമിൻ്റെ കേളി ബ്രാക്കറ്റ് ആ പൊസിഷനിൽ ഇപ്പോൾ CC എന്നുള്ള ഞാൻ അഡ്രസ്സ് ചെയ്ത ആ നെയിം വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നമ്മൾ കൊടുത്ത സ്പെസിഫിക് ഡീറ്റെയിലും ആഡ് ഓൺ ആയി വന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ലിങ്കും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെൻഡ് ചെയ്യാം. മെയിൽ സെൻഡ് ചെയ്യുമ്പോഴുള്ള സ്റ്റാറ്റസ് ആണ് റൈറ്റ് സൈഡ് കാണിക്കുന്നത്. ആദ്യത്തെ മെയിൽ സെൻഡായി. രണ്ടാമത്തെ മെയിൽ സെൻഡ് ആയിട്ടുണ്ട്. സെൻഡ് ചെയ്ത് മാത്രമല്ല, ഈ മെയിൽസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കാണാം. നമുക്കിനി വന്ന മെയിൽ നമുക്ക് നോക്കാം. നമ്മൾ PGN മെയിൽ മെർജ് യൂസ് ചെയ്ത് സെൻഡ് ചെയ്ത മെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. cc-cybercampus@gmail.com എന്നുള്ള മെയിൽ അഡ്രസ്സിൽ വന്നിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ കൊടുത്ത നെയിം റീപ്ലേസ് ആയിട്ടുണ്ട്, സ്പെസിഫിക് ഡീറ്റെയിൽ, CT ലിങ്ക്. ഇതുപോലെ നമുക്കൊരു കോമൺ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ബൾക്കായിട്ട് ആളുകൾക്ക് അയക്കാൻ പറ്റും. അടുത്ത ടൂള് യെറ്റ് അനദർ മെയിൽ മെർജ് ആണ്. ഇതും PGN മെയിൽ മെർജിൻ്റെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള വർക്കിംഗ് ആണ്. ഇതിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സെയിം എക്സ്റ്റൻഷൻസിൽ പോവുക, ആഡ് ഓൺസ്, ഗെറ്റ് ആഡ് ഓൺസിൽ യെറ്റ് അനദർ മെയിൽ മെർജ് സെലക്ട് ചെയ്യാം. ഇതാണ് നമുക്ക് ആവശ്യമുള്ള എക്സ്റ്റൻഷൻ. ഇത് PGNേക്കാളും കുറച്ചുകൂടി സിമ്പിളാണ്. യെറ്റ് അനദർ മെയിൽ മെർജ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. ഇതിൽ നമുക്ക് സെൻഡർ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ പറയുന്ന പോലെ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത ടെംപ്ലേറ്റ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. സെയിം ടെംപ്ലേറ്റ് ആണ് ഞാൻ എടുക്കുന്നത്, അൺലോക്ക് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. ഇനി ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, മെയിൽ സെൻഡ് ആവും. രണ്ട് മെയിലും സെൻഡ് ആയിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡായിട്ട് മെയിൽ ക്ലിക്ക് ചെയ്ത് ആരൊക്കെയാണ് റെസ്പോണ്ടഡ്, ബൗൺസ്ഡ്, അൺസബ്സ്ക്രൈബ്ഡ്, ഇത്രയും ഓപ്ഷൻസ് ആണ് ട്രാക്കിങ്ങിൽ കാണിക്കുന്നത്. നമുക്കിനി മെയിൽ സെൻഡ് ആയിട്ടുണ്ടോ നോക്കാം. നമ്മുടെ രണ്ടാമത്തെ മെയിലും സൈബർ ക്യാമ്പസിൻ്റെ മെയിലോട്ട് വന്നിട്ടുണ്ട്. സെയിം എക്സാക്ട്ലി സെയിം മെയിലാണ് ഇതിലും വന്നിരിക്കുന്നത്. ഒരു ഇഷ്യൂസും വന്നിട്ടില്ല. നെയിമും ഈ പറയുന്ന ഡീറ്റെയിൽസൊക്കെ റീപ്ലേസ്ഡ് ആയിട്ടുണ്ട്.
നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ ആ മെയിൽ ഓപ്പൺഡ് ആയി എന്നുള്ള സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ തന്നെ കാണാം. ഒരു ഗൂഗിൾ ഷീറ്റും സിമ്പിളായിട്ടുള്ള ഇതുപോലുള്ള എക്സ്റ്റൻഷൻസും വെച്ചിട്ട് എങ്ങനെ ഇമെയിൽ ക്യാമ്പയിൻസ് സെറ്റ് ചെയ്യാം, ബൾക്കായിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇമെയിൽസ് എങ്ങനെ അയക്കാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് സൈബർ ക്യാമ്പസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.